എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ സൺ എനർജിയും മൂൺ എനർജിയും ഉണ്ട്. അത് ബാലൻസ്ഡ് ആകും. അത് ബാലൻസ്ഡ് ആകുമ്പോൾ ജീവിതം വിജയിക്കും. ഈ നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ അനീഷ് കുമാർ സാറാണ്. സാറ് കോട്ടയത്തു നിന്നാണ് എത്തിയിരിക്കുന്നത്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആക്സസ് ബാർ പ്രാക്ടീഷണറാണ്, ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ന്യൂമറോളജിസ്റ്റാണ്, ഫെങ്ഷൂയി കൺസൾട്ടൻ്റ് ആണ്, പിന്നെ ബിസിനസ്സും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഇന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് സാറ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പം കോട്ടയത്ത് സാറ് സെൻറ്റർ നടത്തുന്നുണ്ടോ? സെൻറ്ററല്ല, ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. സാറിന് ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യ 2 മക്കളും ഒക്കെ ഉണ്ട്. അപ്പം ആക്സസ് ബാർ പ്രാക്ടീഷണർ എന്ന നിലയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളൊക്കെ കുടുംബമായിട്ട് കഴിയുന്നവരാണ്. അതായത് നമുക്ക് ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവും, അച്ഛന്, അമ്മ, സഹോദരങ്ങൾ, പിന്നെ അയൽവക്കക്കാർ, കുടുംബക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ പല വ്യക്തികളെയും കണ്ട ഒരു അനുഭവം എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, അവർക്കൊക്കെ ചിലപ്പം സഹോദരങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തവരായിരിക്കും, അല്ലെങ്കിൽ മക്കളുമായിട്ട് പ്രശ്നം ഉണ്ടാവും, ഭാര്യയുമായിട്ട് പ്രശ്നം ഉണ്ടാവും, ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ പ്രശ്നമായ കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് എത്തപ്പെട്ടത്. അപ്പം ഇപ്പം പേരൻസുമായിട്ട് സഹകരിച്ച് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബക്കാരോട് സഹകരിച്ച് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കും, അല്ലെങ്കിൽ മാറി താമസിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആക്സസ് ബാർ വഴി എന്ത് പരിഹാരമാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ആക്സസ് ബാർ എന്ന് പറയുന്നത് ഒരു വലിയ സാഗരമാണെന്ന് തന്നെ ഓൾറെഡി തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ആക്സസ് ബാർ ചെയ്യുന്നതിലൂടെ ബന്ധങ്ങളുടെ ദൃഢത എത്രത്തോളം വർദ്ധിപ്പിക്കാമെന്നുള്ളത് ഈ 32 പോയിൻറ്റ്സിലൂടെ നമുക്ക് ചെയ്യുന്നതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പം മാഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന് പറയുന്നൊരു പോയിൻറ്റ്സിലാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തോ ഒന്ന് ഇവരിൽ രണ്ടും തമ്മിലൊന്ന് അടിഞ്ഞുകൂടിയ ഒരു നെഗറ്റീവ് എനർജി വന്ന് അത് ബ്ലോക്കായി വന്നതിന് ശേഷം അങ്ങനെ വളർന്ന് വലിയൊരു സംഭവമായി മാറിയിരിക്കുന്നതാണ് സംഭവിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൂന്തോട്ടത്തിലാണെങ്കിൽ തന്നെ പല ചെടികൾ കാണും, ഇല്ലേ? ചെറിയൊരു മുല്ല കാണും, പിന്നെ അതുപോലെ തന്നെ റോസ കാണും. അപ്പോൾ റോസയിൽ മുള്ളുണ്ട്, മുല്ലയ്ക്ക് മുള്ളില്ല, അങ്ങനെ പലതും കാണാം, ശരിയല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കുമ്പോഴാണ് ആ പൂന്തോട്ടത്തിന് എന്താണ് സൗന്ദര്യം ഉണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സിൽ നമ്മളത് കമൻറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് ഈ പറഞ്ഞ 2 to 3 ഡേയ്സ് കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അയാൾ ആ വ്യക്തിയുമായിട്ടുള്ള നെഗറ്റീവ് ഒരു ഇവരിൽ തമ്മിൽ ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇവരിൽ അട്രാക്ഷൻ വരാതെ വരുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാന്തം എടുക്കുകയാണെന്ന് വെക്കുക. കാന്തം എടുക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ആ നെഗറ്റീവും തമ്മിൽ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ ഒരിക്കലും പറ്റുമോ? ഇല്ല. അപ്പം അതായത് നെഗറ്റീവും പോസിറ്റീവും കൂടെ ആയെങ്കിൽ മാത്രമേ കൂട്ടിമുട്ടിയാൽ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എനർജിയിലേക്ക് മാറത്തുള്ളൂ. അപ്പോൾ ഫേസും ന്യൂട്രും, ഫേസ് ഉണ്ടെങ്കിൽ ന്യൂട്രും വേണം എന്ന് പറയുന്ന പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ഉള്ളത് തന്നെയാണ്. അപ്പം അതിനെ നമ്മൾ ഈ ആക്സസ് ബാറിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അതിനകത്ത് കുറച്ച് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ കുറച്ച് മന്ത്രാസൊക്കെ ആഡ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. അപ്പം അവരുടെ ആ പോയിൻറ്റ്സ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു 99% ആ പോയിൻറ്റ്സ് ഡെഡായിരിക്കും. അപ്പോൾ ആ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡായ പോയിൻറ്റ്സിനെ നമ്മൾ അവിടെ എനർജൈസ് ചെയ്ത് കഴിയുമ്പം ആ പോയിൻറ്റ്സ് റൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അവരിലോട്ടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അവരിലോട്ട് ഡിറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാറി അറ്റാച്ച്മെൻറ്റിലേക്ക് അവരെത്തും. ഉദാഹരണം എനിക്ക് തോന്നി ചില സമയങ്ങളിൽ അറ്റാച്ച്മെന്റിനേക്കാൾ ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഡിറ്റാച്ച് ചെയ്ത് നിന്നാൽ മാത്രമേ അവർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അത് സത്യം തന്നെയാണ്, അത് പ്രകൃതി സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ നമ്മളെ അവരിൽ നിന്ന് മാറ്റുന്നതായിരിക്കാം ചിലപ്പോൾ. അപ്പം പക്ഷേ അങ്ങനെ മാറ്റുന്ന സമയത്തും ഈ ഡിറ്റാച്ച്മെൻറ്റിലോട്ട് പോകുമ്പോഴും ഇവർ അറ്റാച്ച്മെൻറ്റിലുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് ഇവർ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലെൻസ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ വ്യക്തി നോർമലാകും. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വ്യക്തി ഒരു അച്ഛനും മകനുണ്ടായി, ആ മകൻ പ്രായമായി കഴിഞ്ഞ ശേഷം ആ അച്ഛൻ മരിക്കുന്നു. ആ അച്ഛൻ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അച്ഛനായിക്കോട്ടെ അമ്മയായിട്ട് ആര് മരിച്ചാലും ആ മരണശേഷം ഒരു 1 ഇയർ കാലയളവിൽ ഇവരെല്ലാം ഒരു ദുഃഖത്തിൽ ആണ്ട് കിടക്കുമായിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് ഇവർ ടേക്ക് ഓവർ ചെയ്യുന്നില്ലേ? ടേക്ക് ഓവർ ചെയ്ത് ജീവിതത്തിലേക്ക് ഇവർ വീണ്ടും തിരിച്ചു വരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ചിന്താഗതി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ ഫോം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് എനർജി മാറി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നിട്ട് അതൊരു എനർജി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പിന്നെ നമ്മളെ എപ്പോഴും നെഗറ്റീവ് എനർജിയിലേക്ക് നമ്മളെ തള്ളിവിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും ഒരു 99% ചിന്താഗതികളും ഈ ഒരു നെഗറ്റീവ് തോട്ട്സിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ആക്സസ് ബാറിലൂടെ നമ്മൾ റിലീസ് ചെയ്ത് കളയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ വ്യക്തി ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അവരതിൻ്റെ സൈഡേ പോയാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ കാണും, ലഘുവാകും. ജീവിതത്തിനെ നമ്മൾ ലഘുവാക്കി കാണുക. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവരുടെ മൈൻഡ് സെറ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. എല്ലാത്തിനും ഉൾക്കൊള്ളും പറഞ്ഞാൽ അവരവിടെ വന്ന് അങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നമ്മളൊരു നല്ല വശം കണ്ടെത്തി അവരെ നമ്മൾ കൂടും നമ്മൾ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അതായത് കർത്താവായ ഈശോമിശിഹ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞില്ലേ, ഈ ആക്സസ് ബാറിലൂടെ സ്നേഹത്തിലൂടെയാണ് നമ്മളെല്ലാം കീഴ്പ്പെടുത്തുന്നത്. ഈ പ്രപഞ്ചത്തിന് സ്നേഹത്തിലൂടെ എന്തിനേയും കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നിലൂടെ നമുക്ക് ഒന്നിനെയും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ആക്സസ് ബാറിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എനർജൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ പ്രത്യേകമായ ഒരു ഊർജ്ജം വർക്ക് ചെയ്ത് നമ്മളിലേക്ക് ആ സ്നേഹത്തിൻ്റെ ഊർജ്ജം വളരുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ആക്സസ് ബാർ നടത്തുന്നത്. പ്രശ്നം അല്ലെങ്കിൽ താങ്കളെ ക്ലയൻ്റായിട്ട് കാണാൻ വരുന്നു, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആക്സസ് ബാർ സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആ നിമിഷം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് തെറാപ്പി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരുടെ 32 പോയിന്റ്സിൽ പതുക്കെ സോഫ്റ്റ് അതിന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ വന്ന ഒരു ക്ലയൻസിന് ഒരു സംഭവമാണ്. അതായത് ഒരു ലേഡി മോനോടെയായിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് വന്നായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഈ മോനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ഫാദർ ഇവരെല്ലാവരും ഒന്നിച്ചാണ് വീട്ടിൽ കയറി വന്നപ്പോൾ ഇവർക്ക് മോന് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഇവൻ്റെ അമ്മേനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ മാതാവ് ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മാഡം നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരത്തി പറഞ്ഞ്, സാറേ ഇവൻ എന്നോട് സംസാരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം കഴിഞ്ഞ് ഇപ്പം അവരുടെ ഫാമിലിയിൽ അവരമ്മയും മകനും ഭർത്താവും ഒക്കെ ആയിട്ട് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കും, എല്ലാ ദിവസവും ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും മെസ്സേജ് അയക്കും, എന്നെ വിളിക്കുകയും ചെയ്യും. അതാണ് റിലേഷൻഷിപ്പ്. അതായത് നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് കറക്റ്റായി വരുമ്പോഴത്തേനും നമുക്കിതെല്ലാം ഓട്ടോമാറ്റിക്കലി താനേ വരും. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു അടിഞ്ഞുകൂടി നമ്മളിപ്പോൾ ഒരു ഹീലിംഗ് കൊടുക്കുന്ന പറഞ്ഞാൽ അതല്ല, നമ്മൾ ടച്ച് ഹീലിംഗാണ് കൊടുക്കുന്നത്. ടച്ച് ഹീലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സിലെ ആ ബ്ലോക്കേജസ് മാറ്റുമ്പോൾ ഈ വ്യക്തി നല്ല മിടുക്കനായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേനും കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢതയുണ്ടാകും. അപ്പോൾ ഈ 32 പോയിന്റ് നമ്മളിപ്പോൾ സോഫ്റ്റ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബാൾസ് റൺ ചെയ്തു എന്ന് എങ്ങനെയാണ് മനസ്സിലാകും? നമുക്കത് നമ്മുടെ വിരലിൻ്റെ തുമ്പിൽ അത് അറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ആക്സസ് ബാർ എന്ന് പറയുന്ന പ്രവൃത്തി കറക്റ്റായിട്ട് ചെയ്യുന്നയാൾക്ക് നമ്മുടെ ഈ വിരൽ തുമ്പിലൂടെ നമുക്ക് അതിൻ്റെ കറക്റ്റ് എനർജി ഇയാളിലേക്ക് വന്നിട്ട് അതിൻ്റെ ടച്ചിങ് വരുമ്പോൾ വൈബ്രേഷൻസ് നമുക്കറിയാൻ വരും. ആ വൈബ്രേഷൻസ് ഇല്ല എങ്കിൽ ആ ബാർ റൺ അല്ല എന്നാണ് അതിനർത്ഥം. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് വരുന്ന ആളാണെങ്കിൽ പോലും അവരുടെ എല്ലാ ഇഷ്യൂസും നമ്മൾ മാറ്റിക്കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ ഈ 32 പോയിൻറ്റ്സിലെ ഇഷ്യൂസും മാറും അവിടെ. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഏലായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇവർ ഫേസ് ചെയ്യുന്ന വിഷയം. ഇവർ പക്ഷേ വരുമ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്സിലായിരിക്കും ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ അറിയാം. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഏത് സെക്ഷനിലല്ലേ എന്താണ് ബ്ലോക്കായി കിടക്കുന്നതായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്? ഫിനാൻഷ്യൽ സൈഡാണോ അതോ ഇമോഷണൽ സൈഡാണോ? ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് തന്നെയാണ്. ഫിനാൻസ് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളാണ്. ഈ 2 സംഭവമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അപ്പോൾ ആക്സസ് ബാറിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ നമുക്ക് വളരെ വേഗം നമുക്ക് കടക്കാൻ പറ്റും. അതെന്നുവെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇപ്പം പലരും പറയുന്നുണ്ടായിരിക്കും ഈ ആക്സസ് ബാറിലൂടെ വന്ന ഫിനാൻഷ്യൽ ഇഷ്യൂ മാറുമെന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുമോ എന്നൊക്കെ ആയിരിക്കും എല്ലാവരുടെയും ധാരണ. പക്ഷേ ലോട്ടറി അല്ല,
ഇത് ലോട്ടറി തന്നെയാണ്. യഥാർത്ഥത്തിൽ ആക്സസ് ബാറിലൂടെ നമ്മൾ ഫിനാൻഷ്യൽ ഇഷ്യൂ മാറ്റുന്ന ഒരു ലോട്ടറി തന്നെയാണെന്ന് ഞാൻ ലോട്ടറി തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ഈ സർവേശ്വരൻ ഈ പ്രപഞ്ചത്തിലോട്ട് സൃഷ്ടിച്ചു വരിക്കുന്ന അപാരമായ കഴിവുകളിലൂടെയാണ് ഇവരെല്ലാം സൃഷ്ടിച്ചു. നമ്മൾ എന്നെ ആയിക്കോട്ടെ മാഡത്തിനെ ആയിക്കോട്ടെ സർവരെയും സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ നമ്മളിലെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു കഴിവുണ്ട്. അത് നമ്മൾ കോടികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല. അതായത് ഇപ്പോൾ ഉദാഹരണം ഇങ്ങോട്ട് വന്നിട്ട് 10 കോടി രൂപ 100 കോടി രൂപ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള പണം, അതാണ് പ്രധാനം. അല്ലാതെ നമുക്ക് ഇതിലൂടെ കോടികൾ കിട്ടിയോ കോടീശ്വരനാകുമോ എന്നുള്ളതല്ല അതിനകത്ത്. അതായത് നമ്മൾ ഒരു ദിവസം നേരം വെളുത്ത് വൈകുന്നേരം വരെ വർക്ക് ചെയ്തതിന് ശേഷം വൈകിട്ട് ബെഡിൽ കയറി കിടക്കുമ്പോൾ സുഖമായി ഉറങ്ങാൻ പറ്റുന്നോ ഇല്ലയോ, അതാണ് പ്രധാനം. ഇപ്പോൾ ഉദാഹരണം ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ അതായത് ഗായകനായ ശ്രീ യേശുദാസ് സാറ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലോട്ടറി എന്താ? അദ്ദേഹത്തിൻ്റെ സംഗീതമാണ്. എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാ വ്യക്തികളിലും ഈശ്വരൻ അങ്ങനെ ഒരു ചൈതന്യത്തെ തന്നിട്ടുണ്ട്. ഈ ആക്സസ് ബാർ ചെയ്യുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ 4 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ ഇവരിൽ ഉറഞ്ഞു കിടക്കുന്ന കഴിവുകൾ ഇവർക്ക് തന്നെ കാണാൻ പറ്റും. കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവർക്ക് അന്ന് ചെയ്തിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ, അതായത് ഇപ്പോൾ പറഞ്ഞ ഈ പയ്യൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഈ പയ്യൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞപ്പം ഇവൻ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ സ്റ്റെതസ്കോപ്പ് ഇട്ട് ഡോക്ടറെ ആയിട്ട് ജോലി ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഇപ്പം എനിക്ക് ചില ന്യൂമറോളജിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഫുങ്ഷിയുടെ ഇത് വെച്ച് ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ്, അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൻ അതിന് ഫോക്കസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ എപ്പോഴും ഈ പറയുന്ന ബന്ധങ്ങളും എല്ലാം ഫസ്റ്റിലേ നിൽക്കുന്നത് ഞാൻ എല്ലാം നമ്മൾ ഉറഞ്ഞു കിടക്കുന്ന കഴിവുകളെ ഈ ആക്സസ് ബാർ ഉണർത്തി തരുമെന്നുള്ള കാര്യം ഷുവറാണ്. കാര്യം വെച്ചാൽ നമ്മൾ ഞാൻ എന്താണ്, ഈ ഈശ്വരൻ എന്നെ പ്രപഞ്ചത്തിലോട്ട് വിട്ടത് എന്തിനാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ പോരെ. ആ അറിയാനുള്ളത് നമുക്ക് ഈ ആക്സസ് ബാറിലൂടെ ഈസി ആയിട്ട് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ക്ലയൻസ് വരുമ്പോൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുമല്ലോ, സൺ എനർജി ആണോ മൂൺ എനർജി ആണോ എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ സൺ എനർജി ആണെങ്കിൽ എന്ത് തരത്തിലെ കാര്യങ്ങളാണ് അഡ്വൈസ് ചെയ്യുക, മൂൺ എനർജി ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരിൽ മാറ്റം വരുത്താൻ പറയുക? അതിന് മാഡം ചോദിച്ചൊരു നല്ലൊരു ചോദ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്നൊരു വ്യക്തി പണ്ട് ഭയങ്കര ഒരു ദേഷ്യക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമല്ല, നല്ല ദേഷ്യക്കാരനായിരുന്നു, മുൻകോപം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നോട് പ്രപഞ്ചം ഇങ്ങനെ പറഞ്ഞതനുസരിച്ച് ഞാനിങ്ങനെ ധ്യാനമൊക്കെ ചെയ്യുമായിരുന്നു. പറഞ്ഞതിനനുസരിച്ചെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ശരീരം നമ്മൾ ഹീറ്റായി നിൽക്കുന്ന ശരീരമാണ്. അപ്പോൾ ഹീറ്റായ ശരീരത്തിനെ കൂളാക്കണമെങ്കിൽ നമ്മൾ തൈര് മോരല്ല, തൈരെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഐഡിയ പ്രകാരമായിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് പരീക്ഷിച്ച് നോക്കാം. കട്ടത്തൈര് എടുത്തു വെച്ചിട്ട് ഒരു 11, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഇടയ്ക്കൊരു 11 മണിയാകുമ്പോഴത്തേനും കട്ടത്തൈര് എടുത്ത് വെച്ച്, പുളിയില്ലാത്ത കട്ടത്തൈര് ഒരു കുറച്ചെടുത്ത് വെച്ചിട്ട് കുടിക്കുക. ഇതൊരു 21 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പം ഈ പുള്ളിയുടെ ഈ ദേഷ്യം എന്ന് പറയുന്ന സാധനമേ ഇല്ലാതാക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ദേഷ്യം എന്ന് പറയുന്ന സാധനമേ ഇവർക്കില്ലാതാക്കും. തൈര് തന്നെയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ തൈരാണ്. തൈരിനെ വെല്ലാനൊന്നുമില്ല. തൈര് കഴിച്ച് അല്ലെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്യാം. പലരും ഓഫീസിൽ പോകുമ്പം ആ സമയത്ത് ചായ, പരിപ്പുവട, ഉഴുന്നുവടയൊക്കെ കഴിക്കുന്ന ശീലമാണ് നമുക്കൊക്കെ ഉള്ളത്. അതൊന്ന് മാറ്റിയിട്ട് തൈരാക്കിയാൽ അല്ലേ ഒരുപാട് മാറ്റം വരും. അത് ഒരുപാട് മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൂളാകും. നമ്മൾ പെട്ടെന്ന് നമ്മൾ റിയാക്ഷൻ മെൻറ്റാലിറ്റിയിൽ നിന്നും നമ്മളൊന്ന് ചിന്തിക്കും. അതായത് ഞാനത് ചെയ്യണോ എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു ഇത് അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് കരുതുന്ന ക്ലയൻറ്റ് സാധാരണ ആക്സസ് ബാർ തെറാപ്പി ചെയ്യുന്നതിന് തെറാപ്പി ചെയ്ത് വിടാറായ പതിവുള്ളൂ എല്ലാവരും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അവിടെ ഫുഡ് കണ്ടൻറ്റൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും അവർക്ക്. കാരണം നമ്മളങ്ങനെ അത് വേറെ രീതി ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളിലൂടെ കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്യും ഇവർ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ചില വ്യക്തികളെന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ ദോശ മാത്രമേ കഴിക്കത്തുള്ളൂ, ചിലർ പുട്ട് കഴിക്കത്തില്ല, ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിനകത്തും ഒരു എനർജിയിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രപഞ്ചത്തിൻ്റെ എനർജി തന്നെയാണെങ്കിലും 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി, അത് ഇതാണ്. അതായത് പ്രപഞ്ചത്തെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ സൂര്യനും ചന്ദ്രനും എനർജി ഇല്ലാതെ പറ്റത്തില്ല. സൂര്യൻ തന്നെ ഉദിച്ചു നിന്ന പ്രപഞ്ചം അല്ല, എന്താ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ? അതുപോലെ തന്നെ ചന്ദ്രനും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ത്രാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോടതി ചെന്നാലും കണ്ണ് കെട്ടിയിട്ട് ത്രാസായിരിക്കുന്നത്. കാരണം ആ ത്രാസ് കറക്റ്റായിരിക്കണം.
എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ സൺ എനർജിയും മൂൺ എനർജിയും ഉണ്ട്. അത് ബാലൻസ്ഡ് ആകും. അത് ബാലൻസ്ഡ് ആകുമ്പോൾ ജീവിതം വിജയിക്കും. ഈ ആക്സസ് ബാറിലൂടെ നമ്മളതാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ അതാണ്. ആ വ്യക്തിയിലുള്ള ഹയർ എനർജീനെ ലോവർ ചെയ്ത് ലോവർ എനർജീനെ ഹയർ ചെയ്ത് ഇതിനെ രണ്ടിനെയും ബാലൻസ്ഡ് ആക്കി ത്രാസാക്കി കൊടുക്കുക. അപ്പോൾ എന്താ പറ്റുന്നത്? അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട്. അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് നമുക്ക് തോൽവി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റൊന്ന് മാറി ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇത് ഈ ആക്സസ് ബാർ തെറാപ്പിയിലൂടെ അയാൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു മുൻകോപമുള്ള വ്യക്തി തൈര് കഴിക്കാൻ നന്നായിരിക്കുന്നു. അപ്പം ഈ എന്താ പറയുക, തണുത്തിരിക്കുന്ന അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് അല്ലാതെ അങ്ങനെ പോകുന്ന വ്യക്തികളുണ്ടല്ലോ, അത്ര ആക്റ്റീവ് അല്ലാതെ ഹൈപ്പോ ആക്റ്റീവ് എന്താ പറയുക, ഹൈപ്പർ അങ്ങനെയല്ല, ഓ സാരമില്ല പോട്ടെ പിന്നെ ആക്റ്റീവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പോകുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ തെറാപ്പി ചെയ്തതിന് ശേഷം ഹോട്ടായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഐസ്ക്രീം അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കും കൂടുതലും അവർക്ക് ഇഷ്ടം. ഐസ്ക്രീം പോലെയുള്ള ഭക്ഷണങ്ങളായിരിക്കും കൂടുതലും അവർ കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇച്ചിരി ചൂടായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം ഇവരുടെ ഈ ഉടഞ്ഞു കൊണ്ടിരിക്കുന്ന സാധനം ഇതിങ്ങനെ പയ്യെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേനും ഇവരുടെ ജീവിതത്തിന് ഒരു മാറ്റം വരും. പക്ഷേ ഈ ബ്ലോക്കേജസ് മാറ്റിയതിന് ശേഷമേ ചെയ്താലേ അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ, ശരിയാകത്തുള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്കും കുറച്ചൊരു അപ്പം എന്താ പറയുക, അധികം സണ്ണിലേക്ക് പോകാതെ കുറച്ച് മൂണാവാൻ സാധ്യതയുണ്ടോ? വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് വെജിറ്റേറിയൻസ് പുട്ട് കഴിക്കുന്നവരില്ലേ, പുട്ടും പഴവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സൺ എനർജിയുടെ ഒരു ഭാഗമാണ് പുട്ടും പഴവും എന്ന് പറഞ്ഞാൽ. അതായത് അതുപോലെ തന്നെ നമ്മൾ ഈ ഇഡലി സാമ്പാർ അങ്ങനെ ഇഡലിയൊക്കെ കഴിക്കുന്ന പറഞ്ഞാൽ അത് താഴോട്ട് പോവുക, മൂൺ എനർജി ആ ലെവലിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങളിലൂടെ നമ്മൾ ക്രമീകരിച്ചാൽ നല്ലതാണ്. വെജിറ്റേറിയൻസിനും അവർ സൺ എനർജിയിലേക്ക് മാറ്റാനുള്ള ഭക്ഷണമുണ്ട്. പക്ഷെ അത് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ, അതായത് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ തോന്നും ഇവരുടെ ബോഡിയെ ടച്ച് ചെയ്യുമ്പോഴത്തേനും ഇവർ ഏത് രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാലാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് നമുക്കങ്ങനെ ഒരു എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്കതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇപ്പം അങ്ങനെ മാറ്റം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ചിലപ്പം ഒരു വീട്ടിൽ 3-4 മക്കളുള്ളതിൽ ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആയിരിക്കും, മറ്റ് മക്കൾ വളരെ മിടുക്കരായിരിക്കും, നല്ല നിലയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിപ്പോയവരെ. ഒരു കുട്ടി മാത്രം ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരുണ്ടാകും. മാതാപിതാക്കൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ആക്സസ് ബാർ വഴി ഇപ്പം മാതാപിതാക്കൾക്കാണെങ്കിലും കുട്ടിക്കാണെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ മുൻജന്മത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റ് കൊണ്ടാണ് ഈ കുട്ടിയിലായിട്ട് ഇത് വന്നേക്കുന്നത്. ഈ ആക്സസ് ബാറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻജന്മത്തിൽ അടഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അഴുക്കുകളെയും ഇതിന് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമ്മൾ ഈ ബാസ് റൺ ചെയ്യുമ്പോൾ തന്നെ അത് ആ ബ്ലോക്കേജസ് നമുക്ക് വിത്തിൻ ഒരു 4 ഡേയ്സിനുള്ളിൽ തന്നെ ഇയാളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാളുടെ മുഖത്തിലും ഇയാളുടെ സ്വഭാവത്തിലും ഇയാളുടെ ഓരോ പ്രവൃത്തികളിലും എല്ലാം നമുക്കത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് ദിവസം കൂടുതൽ വേണ്ടി വരുമായിരിക്കും. പിന്നെ നോർമൽ കേസിൽ ഞാൻ ചില കേസിൽ 4 ദിവസം കൊണ്ടൊക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു 21 ദിവസം കറക്റ്റായിട്ട് ചെയ്യുക. 21 ദിവസം വെച്ചാൽ അടുപ്പിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 21 ദിവസം പറ്റത്തില്ല. പക്ഷേ ഒരാഴ്ചയിലോ അല്ല മാസം കൂടിയോ 21 ഇത് പൂർത്തിയാകുമ്പോൾ 21ാമത്തെ ദിവസം ഇയാളുടെ അതായത് നമ്മളിപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിയാലിറ്റിയോട് ഈ ആക്സസ് ബാറിൻ്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ റിയാലിറ്റിയോട് നമ്മൾ ഒരിക്കലും ഫൈറ്റ് ചെയ്യരുത്. റിയാലിറ്റിയെ നമ്മൾ തടഞ്ഞു നിർത്താനോ ഒന്നും നിൽക്കരുത്. നമ്മൾ പുതിയൊരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പുതിയൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചുള്ള ഇയാളിൽ ഇറങ്ങിയിരിക്കുന്ന എന്തെങ്കിലും ഒരു സദ്ഗുണങ്ങൾ കാണുമല്ലോ. എല്ലാ മനുഷ്യനും സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും കാണും. അപ്പോൾ ഇയാളുടെ സദ്ഗുണങ്ങളെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാളുടെ ദുർഗുണങ്ങൾ എന്ത് ചെയ്യും? പയ്യെ മാറിപ്പോകും. അങ്ങനെ ഈ ഫസ്റ്റ് ഡേയിൽ തന്നെ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ഡേ തേർഡ് ഡേ ആയി കഴിയുമ്പോൾ തന്നെ ഇയാളിൽ അതിഭയങ്കരമായ മാറ്റമാണ് വരുന്നത്. ഒരു 99% ചില കേസിൽ ഞാൻ ഇതിനകത്ത് നെഗറ്റീവ് എനർജീസിനെ പിടിച്ച് കളയാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ ഇത്രയും നാളത്തെ അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാർക്ക്, ഇപ്പോൾ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ കുറച്ച് പ്രായമായാലും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കണം ഒരു ചാൻസ് ചോദിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണം,
അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ടല്ലോ, അവരുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ആക്സസ് ബാർ തെറാപ്പിയിലൂടെ എന്തൊക്കെ പരിഹാരമാണ് നൽകാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ആക്സസ് തെറാപ്പിക്കകത്ത് അതായത് നമ്മളെല്ലാം പിന്നെ സ്വപ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ, ശരിയല്ലേ? പ്രതീക്ഷ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് പോവുകയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ, ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു ബ്ലോക്കേജസ് വരിക, അത് ഒരു ട്രാഫിക് ബ്ലോക്ക് വരിക, സിഗ്നൽ കഴിയാതെ നമുക്ക് അവിടെയോട്ട് കടക്കാൻ പറ്റുമോ? ഇല്ല, അല്ല ശരിയല്ലേ? പക്ഷെങ്കിൽ വേറൊരു സംഭവമുണ്ട്. എന്താണ്? അവിടെ ഒരു ബൈപ്പാസ് വഴിയുണ്ടെങ്കിലോ, ബൈ റോഡ് ഉണ്ടെങ്കിലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഭയങ്കര ബ്ലോക്കേജസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ ചെന്ന് നിൽക്കുകയാണ്, അവിടെ അന്യായ ബ്ലോക്ക് നടന്നിരിക്കുക. നമ്മൾ ഓൾറെഡി ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെ നമ്മൾ പോവുകയാണ്, പോകാൻ പറ്റത്തില്ല നമുക്ക്. അല്ല, ഞാൻ പണ്ടും പഴയ രീതിയിൽ തന്നെ ആ ഒരു ബ്ലോക്കേജസ് ഉള്ള വഴിയെ തന്നെ പോകാൻ പറ്റിയാൽ നമുക്ക് എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ അതായത് ഈ ആക്സസ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബ്ലോക്കേജസ് ഉള്ള വഴിയിലൂടെ പോകാതെ ഇവരെ നമ്മൾ യഥാർത്ഥത്തിൽ ബൈപ്പാസ് വെട്ടി വിടുകയാണ്, ഈസി റൂട്ടിലൂടെ വിടുക. അതായത് നമുക്ക് എന്തിനേയും ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതെന്താ പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെ ആ റൂട്ടൊന്ന് ചേഞ്ച് ചെയ്യുക. ഇവരിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനൊരു ബ്ലോക്കിലൂടെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അവനോടൊന്ന് മാറി ചിന്തിക്കാൻ പറയുക. ഇവനെങ്ങനെയാലും ഗൾഫിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇയാൾക്ക് ഗൾഫിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾ ഉദ്ദേശിച്ച രീതിയിലല്ല വേറെ രീതിയിൽ ഇയാൾക്ക് ഗൾഫിൽ പോകാനൊരു സാഹചര്യം ഒത്തു കിട്ടിയാൽ പോകാമല്ലോ. അപ്പോൾ ആ സാഹചര്യം വെക്കാനായിട്ടുള്ള ഒരു എനർജീസ് ഇയാളിലേക്ക്, അതായത് പ്രപഞ്ചം കൊടുക്കും. കാരണം വെച്ചാൽ അതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മന്ത്രാസ് ഇതിനകത്ത് പറയുന്ന കൂടാതെ തന്നെ നമ്മൾ കുറച്ച് മന്ത്രാസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അതിവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരവും ഒക്കെ ഫുൾ ടൈം, അതായത് ഇവർ പോക്കറ്റിൽ കൊണ്ടു നടക്കുക. ഇവർ എൻജോയ്, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ചുമ്മാ ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രോസസ്സായിട്ട് മാറും. അതുപോലെ ആ എനർജി പോയിൻ്റ് ഓൾറെഡി റൺ ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടാതെ തന്നെ റണ്ണാകുന്നതോടൊപ്പം ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ മാനിഫെസ്റ്റേഷനിലേക്ക് ഇവർക്ക് എത്താൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ ആക്സസ് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റുക. അതായത് ഈ പ്രപഞ്ചം നിനക്കെല്ലാം തരാൻ സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നീ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് ഡൗട്ടോടുകൂടിയാണ് ചോദിക്കുന്നത്, നടക്കുമോ? പക്ഷേ അതല്ല അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രസൻറ്റിൽ ആരും ജീവിക്കുന്നില്ല. നമ്മൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയുമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് എൻ്റെ അവിടെ അവരങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു, അയ്യോ നാളെ കഴിഞ്ഞ് മറ്റേ സംഭവം ഉണ്ടല്ലോ അതെങ്ങനെ കൊടുക്കും, ഇങ്ങനെയൊക്കെ ചിന്തകളാണ് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത്. പക്ഷേ പ്രപഞ്ചം പറയുന്നത് നീ ഇപ്പോൾ പ്രസൻറ്റ് ജീവിക്കുക, ഇന്ന് മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതം നീ ആസ്വദിക്കുക, അതിനുശേഷം നാളെക്കുറിച്ച് ചിന്തിക്കുക. കാരണം ഇന്ന് ആസ്വദിക്കാത്തവൻ നാളെ ആസ്വദിക്കുമോ ജീവിതം? ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഇവരെ കയറ്റി വിടുകയാണ്. അതായത് നമ്മൾ ബൈപ്പാസ് വെട്ടി ഇവരെ വിടുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ആക്സസ് ബാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇവരുടെ ആ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. ഉദാഹരണം ഇപ്പം ഒരു സിനിമാ മേഖലകളിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ തോട്ട്സുകൾ ആ സിനിമാ മേഖലയായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ചിന്താഗതി ഇവർ ഫീഡ് ചെയ്തിട്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇവർക്ക് കിട്ടും? യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയാലോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ നമ്മൾ സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പല വലിയ ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. നമുക്കിടയിൽ ഇപ്പോൾ ആകെപ്പാടെ 10 രൂപയേ നമ്മുടെ കയ്യിലുള്ളൂ, വെറും 10 രൂപ. ശ്രദ്ധിക്കുക, ഈ 10 രൂപ എടുത്ത് വെച്ചിട്ട് എനിക്കിന്ന് ഈ 10 രൂപ തന്നതിന് നന്ദി എന്ന് പറഞ്ഞേ, നാളെ നമുക്ക് 100 മാറും എന്ന് പറഞ്ഞവരാണ് ഈ ആക്സസ് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ആക്സസ് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ നന്ദി എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് പ്രപഞ്ചം നമ്മൾ നന്ദി ഓരോന്ന് തരുന്നതിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് പുതിയ അഭിവൃദ്ധികൾ പ്രപഞ്ചം ഓട്ടോമാറ്റിക്കലി നമ്മൾ തരും. അപ്പോൾ ഈ ബ്ലോക്കേജസ് നമ്മളിപ്പോൾ എന്തൊക്കെയാണോ ബ്ലോക്കേജസ് ഉള്ളത് ആ ബ്ലോക്കേജസിനെ നമ്മൾ കളയുന്നതോട് റിലീസ് ചെയ്യുമ്പോഴത്തേനും ഇവരിലേക്ക് പുതിയ അബാണ്ടൻസുകൾ എന്നുകൊണ്ടിരിക്കും, സമൃദ്ധമാവുകയും ചെയ്യും. അതായത് നമ്മൾ വലിയ കോടികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല അതിനകത്ത് പ്രധാനം. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ജീവിച്ച് വൈകുന്നേരം കട്ടിലേക്ക് കയറി ഇറങ്ങുമ്പോൾ സുഖമായി കിടന്നുറങ്ങാൻ പറ്റുക. അതാണ് പ്രധാനം. സമാധാനവും സന്തോഷവും അഭിവൃദ്ധി ലഭിക്കുക എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് പ്രധാനം. അല്ല നമ്മൾ ഒരുപാട് അങ്ങനെ പോയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? അതല്ല ഈ വിവാഹാലോചനയൊക്കെ വന്നിട്ട് നടക്കാതെ 35 വയസ്സായി 45 വയസ്സായി പെണ്ണിനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ
പുരുഷനെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ ഇതിൽ പിന്നെ ഇതിനകത്ത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു പോയിന്റ്സ് ഉണ്ട്. റിലേഷൻഷിപ്പ് നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ വിവാഹം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് പുതിയൊരു, അതായത് വിവാഹം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കുടുംബം ഉണ്ടാകുവാണ് അവിടെ വിവാഹത്തിലൂടെ. അപ്പം നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അവിടെ വിഷയം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂവിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ആ റിലേഷൻഷിപ്പ് പോയിന്റിൽ ഇവർക്ക് ബ്ലോക്കേജസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എനർജി പോയിന്റ്സ് ടച്ച് ചെയ്ത് അത് റണ്ണാക്കി അതിനകത്ത് എനർജീസിന് കുറച്ച് മന്ത്രാസൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ പറഞ്ഞതിന് ശേഷം ഇവർക്ക് അപ്പം ഇതിനെല്ലാം ഇവർ വലിയ ലഘുവായിട്ട് കാണാൻ തുടങ്ങും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അവർക്ക് പ്രപഞ്ചം മാറ്റി വെച്ചിരിക്കുന്ന ആ എനർജി ഓട്ടോമാറ്റിക്കലി ഇവരിലേക്ക് വന്ന് അട്രാക്റ്റഡ് ആകും. അതായത് എല്ലാം മൊത്തം ഇതൊരു അട്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ പ്രപഞ്ചം നമ്മളിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നതോടെ ഓട്ടോമാറ്റിക്കലി ഇവരുടെ വിവാഹ ജീവിതം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ഇതുപോലെയായിരുന്നു. പുള്ളിക്കാരത്തേക്ക് 30 വയസ്സായി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ റിലേറ്റീവ്സ് ആയതുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയല്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഈശോ ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ചെയ്തു. അപ്പം ഓരോ കല്യാണ കേസായിട്ട് വരുമ്പം അതും വലിയ ആലോചനകൾ, നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുടെ കല്യാണങ്ങൾ വന്നിട്ട് പോലും ഈ പെണ്ണ് കല്യാണത്തിന് സമ്മതിക്കുന്നില്ലായിരുന്നു. അവസാനം ഇത് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 2 മാസം മുമ്പായി അതിന് ഞാൻ ഇത് ചെയ്തായിരുന്നു, ആക്സസ് ബാർ ചെയ്തായിരുന്നു. 4 ദിവസം അടുപ്പിച്ച് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ആ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. ചെറുക്കൻ നല്ലൊരു ജോലിക്കാരനാണ്, അത്യാവശ്യം പോലീസിൽ നല്ല ഉന്നത ഒരു ഉദ്യോഗസ്ഥനുമായിട്ടാണ് കല്യാണം നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ മൈൻഡ് സെറ്റ് മാറുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ബേസിൽ നമ്മുടെ ഉള്ളിൽ എന്തോ കിടന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത തോട്ട്സുകൾ, കാരണം അക്കരപ്പച്ചയെന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ ഇപ്പോൾ ഒരു കേസ് ഇട്ട് വരുമ്പോൾ ഇതിലും മികച്ചതെന്ന് പറഞ്ഞ് ചിന്തിച്ചത് ഇപ്പോഴത്തെ ഈ ഫാസ്റ്റർ യുഗത്തിൽ പിള്ളേർക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ പെട്ടെന്ന് ഫാസ്റ്റായി പോവുക, അങ്ങനെ സ്റ്റണ്ട് ചെയ്ത് ബൈക്കിൽ പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതികളുള്ളത്. പക്ഷെ അതിനും അപ്പുറത്ത് ജീവിതം എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റിയിലോട്ട് ആരും എടുത്തുന്നില്ല. അതാണ് ഈ ആക്സസ് ബാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആക്സസ് ബാർ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ റിയാലിറ്റിയിലോട്ട് ഇവരെ കൊണ്ടുവന്ന് ഇവരുടെ ജീവിതം വലിയൊരു അതായത് എത്ര സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ പറ്റും. അതാണ് ഈ ആക്സസ് ബാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത് ഏത് പ്രായക്കാർക്ക് സ്വീകരിക്കാവുന്ന ഒരു എനർജിയുമാണ് അല്ലേ? പ്രപഞ്ചം എന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായി തുറന്നു കിടക്കുമ്പോൾ നമുക്ക് ഏത് പ്രായമായാലും ഇനി ഇത്രയൊക്കെ ആയില്ലേ, ഇനി എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള എനർജീസ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക, അല്ലെങ്കിൽ അല്ലേ ഓരോ ദിവസവും ഒരു പുതിയ ജീവിതം പോലെ തോന്നി നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. അപ്പം ആക്സസ് ബാറിന് അങ്ങനെ ഒരു മനോഹരമായ ജീവിതം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പ്രായം ചെന്ന ആൾക്കാർക്ക് പ്രായത്തെ കുറയ്ക്കാനുള്ള, അതായത് ഇവരുടെ ഒരു യൗവനത്തിലേക്ക്, അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ യൗവനം സ്റ്റാർട്ട് ചെയ്യുന്നത് 45-ാമത്തെ വയസ്സിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? കാരണം വെച്ചാൽ നമ്മളിതെല്ലാം പഠിച്ചതിന് ശേഷം ചെറുപ്പമാണ്. കാരണം വെച്ചാൽ ഈ 45 വയസ്സിന് ശേഷം നമ്മളിതെല്ലാം കണ്ട് റിയാലിറ്റികളെല്ലാം കണ്ട് പഠിച്ച് ഇതാണ് ശരി ഇതാണ് തെറ്റി. അപ്പോൾ നമ്മൾ പണ്ട് മുൻവിധിയോടെ അല്ലാതിനെ കണ്ടതിന് ശേഷം നമ്മൾ പുതിയ ഇവിടെ മുതലാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പ്രായം ചെന്നവരെ പോലും അവരുടെ ചിന്താഗതികളെ മാറ്റി അവർ നല്ലൊരു ഉണർവിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആക്സസ് ബാർ ഈസി ആയിട്ടും നമുക്ക് അവരെ ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അതാണ് ഈ ആക്സസ് ബാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അല്ലേ? ശരി. അപ്പം ആക്സസ് ബാർ വഴി ഹീലിംഗ് ആവശ്യമുള്ളവർ അല്ലേ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂമറോളജിസ്റ്റാണ്, ഫെങ്ഷൂയി എക്സ്പേർട്ട് കൺസൾട്ടൻറ്റും ഒക്കെയാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടവരും സാറിനോട് സംസാരിച്ച് നോക്കുക. അപ്പോൾ ആക്സസ് ബാർ ഹീലിംഗ് തീർച്ചയായിട്ടും എഫക്റ്റീവാണ്. ഒരുപാട് പേര് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഒരുപാട് പേര് ഇവിടെ നമ്മൾ വീഡിയോസും കുറേ ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒരുപാട് പേർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പം സാറിനെ കോൺടാക്ട് ചെയ്യുക. സാർ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.